ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അറബി ഭാഷയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചിട്ടാണ്. ഇസ്ലാമിൽ അറബി ഭാഷയ്ക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്. അതിനൊക്കെ പ്രത്യേകമായ നിലവാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളിലേക്ക് അയക്കപ്പെട്ടത് അറബി ഭാഷ സംസാരിക്കുന്ന അറബികളിൽ നിന്നാണ്. ഹദീസിൻ്റെ ഭാഷയും ഇബാദത്തിൻ്റെ ഭാഷയും ഖുതുബയുടെ ഭാഷയും ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിൻ്റെ ഭാഷയും അറബിയാണ്. ഇതിൽ ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ടാണ് അറബി സംസാരിക്കുന്ന അറബികളെ നിങ്ങൾ ഇഷ്ടപ്പെടുക. അത് ഈമാനാണ്. അവരെ ദ്വേഷം വെക്കൽ നിഫാഖാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയമാണ്. മുജാഹിദിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്നത് എല്ലാ ഭാഷകളെ പോലെയാണ് അറബി ഭാഷ. അതിനേക്ക് പ്രത്യേക ഒരു നിലവാരമില്ല. അള്ളാഹുവിനിക്ക് ഭാഷയോട് ഒരു പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല എന്നാണ് ആ മുജാഹിദ് മൗലവി പറയുന്നത്. ഇംഗ്ലീഷും ഉറുദു ഭാഷയും മറ്റുള്ള ലോകത്ത് ഉള്ള പല ഭാഷകളെ പോലെ തന്നെയാണ് അറബി ഭാഷ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഭാഗം വീഡിയോ നിങ്ങൾ കേട്ടു നോക്കുക. പിന്നീട് അറബി ഭാഷയുടെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞു തരാം. അറബി ഭാഷ ഒരു മഹാസംഭവമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. പ്രവാചകനെ വിടാതെ പിന്തുടർന്ന് ദ്രോഹിച്ച അബൂജഹൽ എന്ന് വിളിക്കുന്ന വ്യക്തി റസൂലിനെ ദ്രോഹിക്കാൻ വേണ്ടി ചിന്തിച്ചതും പ്രയത്നിച്ചതും ഒക്കെ ഇതേ അറബി ഭാഷയിലല്ലേ? ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ കോടാനുകോടി ഭാഷകളിൽ വെറും ഒരു ഭാഷ മാത്രമാണ് അറബി എന്നും ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടി മനുഷ്യൻ സ്വയം നിർമ്മിച്ചെടുത്തുണ്ടാക്കിയതാണ് എല്ലാ ഭാഷകളും എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയോട് എന്തെങ്കിലും തരത്തിലുള്ള മമതയോ സ്നേഹമോ പറയുന്ന വാക്കുകളാണത്. എന്നാൽ അദ്ദേഹം പറയുന്നത് തികച്ചും തെറ്റായ വിഷയമാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ന്യായപ്രകാരവും അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ടും പറയുന്നതാണ്. എന്നല്ലാതെ ഖുർആനിനെ അടിസ്ഥാനമാക്കിയിട്ടോ ഹദീസിനെ രേഖയാക്കിയിട്ടോ ഉലമായിൻ്റെ ഇബാറത്തുകളെ അടിസ്ഥാനമാക്കിയിട്ടോ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ഈ അറബി ഭാഷയെ സംബന്ധിച്ച് ഖുർആൻ എന്ന് പറയുന്നു. ഞങ്ങൾ നോക്കാം. സൂറത്ത് യൂസുഫിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഇന്നാ അൻസൽനാ ഖുർആനൻ അറബിയ്യ ലഅല്ലകും തഖിലൂൻ. ആ ഖുർആനെ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത് അറബി ഭാഷയായ ഖുർആനായിട്ടാണ് നാം ഇറക്കിയിട്ടുള്ളത്. കലാം എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണ്, സൃഷ്ടിയല്ല. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ ഖുർആൻ കലാമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ചരിത്രങ്ങളെല്ലാം നിങ്ങൾ കേട്ടവരാണ്. ഖുർആൻ അറബി ഭാഷയിലുള്ള ഖുർആനാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നിട്ട് അല്ലാഹു തആല അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കിയതിനെ പറ്റി പറയുന്നു, ലഅല്ലകും തഖിലൂൻ. വളരെ ലളിതമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. സൂറത്ത് യൂസുഫിലാണ്. സൂറത്ത് സുമറിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ കാണാം, ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. വളവില്ലാത്ത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അറബി ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത്. അവർ ചിന്തിച്ചുകൊണ്ട് തഖ്വ ചെയ്യുന്നവരാകാൻ വേണ്ടി. അതുപോലെ തന്നെ സൂറത്തു ശുഅറാഇന്റെ 192, 193, 194 അധ്യായങ്ങൾ, 95 അധ്യായങ്ങളിൽ കാണാം,
وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഹൃദയത്തിൽ ഓതിക്കൊടുത്ത ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ വഴിതെറ്റിപ്പോയ ആളുകളെ ഭയപ്പെടുത്തി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അത് അറബി ഭാഷയിലാണ്, വ്യക്തമായ സ്പഷ്ടമായ അറബി ഭാഷയിലാണ് ആ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും ഈ അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കി, അറബി ഭാഷയിൽ ഖുർആൻ ഇറക്കി എന്ന് പലവട്ടം ആവർത്തിച്ചു പറയുന്നു. അതിൻ്റെ അറബി ഭാഷയുടെ ശ്രേഷ്ഠതയും കൂടി ഖുർആൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. തഹല്ലമുൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല, രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തഅല്ലമുൽ അറബിയ്യ, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നു, ഫഇന്നഹാ മിൻ ദീനിക്കും, ആ അറബി ഭാഷ എന്നുള്ളത് നിങ്ങളുടെ ദീനിൻ്റെ ഒരു ഭാഗമാണ്. മൗലവി പറഞ്ഞതുപോലെയല്ല. ഫഇന്നഹാ മിൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൻ്റെ ഒരു ഭാഗമാണ്. ഖുർആൻ അറബി ഭാഷയിലാണ്, ഹദീസ് അറബി ഭാഷയിലാണ്. സലഫ് ഖലഫിൻ്റെ ഒരുപാട് ആധികാരിക ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലാണ്. ഇബാദത്തിൻ്റെ ഭാഷ, നിസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതാനും സൂറത്ത് ഓതുകയാണെങ്കിലും ദിക്ർ ചൊല്ലുകയാണെങ്കിലും മറ്റുള്ള ബാങ്കാണെങ്കിലും ഇതൊക്കെ അനിഷേധ്യമായി കൊണ്ട് സ്ഥലപ്പെട്ട ഒരു വിഷയമാണ്. അതൊക്കെ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ഖുതുബയുടെ ഭാഷ അത് ഞങ്ങൾക്ക് തിരുന്നില്ല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ്. നിങ്ങൾ LKG മുതൽക്ക് UKG മുതൽക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി, ഏതോ ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ലക്ഷങ്ങളാണ് ചെറുപ്പം മുതൽക്കേ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, അതുപോലെ തന്നെ സലഫ് ഖലഫുകളുടെ ചരിത്രങ്ങളും ഇബാറത്തുകളും മനസ്സിലാക്കാൻ, ഖുതുബയുടെ ഭാഷ മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അറബി ഭാഷ അനിവാര്യമായതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത്രമാത്രം താല്പര്യം എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഭാഷയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായി കാണാം, വാജിബുൻ അലൽ മുസ്ലിമീൻ ഫഹ്മുൽ ലുഗത്തിൽ അറബിയ്യ, മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാ അറബി ഭാഷ മനസ്സിലാക്കൽ, പഠിക്കൽ നിർബന്ധമാ. ലിഅന്നഹാ യതവഖഫു അലൈഹാ ഫഹ്മുൽ ഖുർആനി വസ്സുന്നത്തിൻ നബവിയ്യ, ഖുർആൻ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്ന് വന്ന ഹദീസുകൾ അതൊക്കെയും പഠിക്കണമെങ്കിൽ അറബി ഭാഷ പഠിച്ചേ തീരൂ. വലാ യതിമ്മുൽ ഇബാദാതു ഇല്ലാ ബിഹാ, അറബി ഭാഷ കൊണ്ടല്ലാതെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതും സുന്നത്തുമാക്കിയതുമായ ഇബാദത്തുകൾ പരിപൂർണമാകുന്നില്ല. മൗലവി ശരിക്കും മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ അവതരിപ്പിച്ചാൽ വിളിച്ചു പറഞ്ഞാൽ പോരാ. നോക്ക്, നിങ്ങൾ ലോകം കണ്ട ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു നോക്ക്. നിങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിഷയം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഖാലൽ ഇമാം ഷാഫി, മദ്ഹബിൻ്റെ ഇമാമായ, അറബി ഭാഷകളെല്ലാം നാടുകളായ നാടുകൾ ചുറ്റിക്കറങ്ങി സാഹിത്യങ്ങളും അതുപോലെ തന്നെ ഖമനകളും എല്ലാം പഠിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ലിസാനുല്ലദീ ഇഖ്താറഹുല്ലാഹ്, അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഭാഷ ഏതാണ്? ലിസാനുൽ അറബ്. ഞാൻ പറയുന്നതല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഭാഷ അത് അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് ഫഅൻസല ബിഹി കിതാബഹുൽ അസീസ്, അല്ലാഹു മഹത്വമേറെ അല്ലാഹുവിൻ്റെ ഖുർആൻ ഇറക്കിയത് അറബി ഭാഷയിലാണ്.
വജഅലഹു ലിസാന ഖാതിമിൽ അംബിയാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ അറബി ഭാഷ അല്ലാഹുവാക്കി. ഇമാം ഷാഫി പറയാ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, യംബഗി ലികുല്ലി അഹദിൻ യഖ്ദിറു അലാ തഅല്ലുമിൽ അറബിയ്യ അൻ യതഅല്ലമഹാ. അറബി പഠിക്കാൻ സാധിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും അറബി ഭാഷ പഠിക്കൽ അനിവാര്യമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇനി ബഹുമാനപ്പെട്ട മുഫസ്സിറാകുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യ. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ പരിശുദ്ധമായ ഖുർആൻ അറബി ഭാഷയിലാണ് ഞങ്ങൾ ഇറക്കിയത്. എന്നിട്ട് അതിൻ്റെ കാരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലിഅന്ന ലുഗത്തൽ അറബി അഫ്സഹൽ ലുഗാത്ത്. അറബി ഭാഷ എന്നുള്ളത് ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫസീഹായ സാഹിത്യമേറിയ ലളിതമായ ഭാഷയാണ്. ഒരുപാട് വിശാല അർത്ഥങ്ങളെ ഉൾപ്പെടുത്തുന്ന വളരെ വ്യക്തമായ ഭാഷയാണ്. ആശയങ്ങൾ ചുരുങ്ങിയ ലഫ്ലുകളോടുകൂടെ, ചുരുങ്ങിയ വാക്യത്തിലൂടെ ഒരുപാട് ആശയങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ ലളിതമായ സാഹിത്യമുള്ള വാക്കാണ് അറബി ഭാഷ. അതുകൊണ്ട് ഫലിഹാദ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് അൻസല അഷ്റഫുൽ കുതുബ, ഏറ്റവും ഗ്രന്ഥങ്ങളിൽ സബൂറുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഏടുകൾ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. എങ്കിലും ആ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് ബി അഷ്റഫിൽ ലുഗാത്ത്, ഭാഷകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറബി ഭാഷ കൊണ്ടാണ്. അത് ആരുടെ മേലാണ് ഇറക്കിയത്? അല അഷ്റഫുർ റുസുൽ, മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവാചകന്റെ മേൽ ഇറക്കിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കർശനമായി അറബി ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാളാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ തകല്ലമ ഫീ മസ്ജിദിന, നമ്മുടെ ഈ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ ഈ പള്ളിയിൽ ബിഗൈരിൽ അറബി, അറബിയല്ലാത്ത ഭാഷ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉഖ്റുജ് മിൻഹാ, പുറത്തു പോകണം, പള്ളി തന്നെ പുറത്തു പോകണം എന്ന് കർശനമായി ഭാഷ പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ച മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എത്ര വിഷയങ്ങളാണ് ഇത് നോക്ക്. മുജാഹിദിൻ്റെ നേതാവായ ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നത് നോക്ക് നിങ്ങൾ, ഫഇന്ന ലിസാനൽ അറബി ശിആറുൽ ഇസ്ലാം, അറബി ഭാഷ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ചിഹ്നയാണ്, ഇസ്ലാമിൻ്റെ അടയാളമാണ്. വ അഹ്ലിഹി, ഇസ്ലാമിൻ്റെയും ഇസ്ലാമിൻ്റെ അഹ്ലിക്കാരുടെയും അടയാളമാണ്. അല്ലത്തി മിൻ അഅ്ളമി ശിആരിൽ ഉമമില്ലത്തി ബിഹി യതമയ്യസൂൻ, വേർതിരിഞ്ഞറിയാൻ ഏറ്റവും ഉമ്മത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തികളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിൻ്റെ ഇസ്ലാമിൻ്റെ അഹ്ലിക്കാരുടെ ശിആറാണ് എന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം മറിച്ച് നോക്കിയാൽ കാണാം. അതുകൊണ്ട് അറബി ഭാഷയെ സംബന്ധിച്ച് അത് മറ്റുള്ള ഇംഗ്ലീഷ് ഭാഷ പോലെയാണ്. അള്ളാഹുവിനിക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല. ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്, പ്രവാചകൻ്റെ ഭാഷ അറബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബാദത്തിൻ്റെ ഭാഷ അറബിയാണ്, ഖുതുബയുടെ ഭാഷ അറബിയാണ്, ബാങ്കിൻ്റെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് ഓരോ മുഅ്മിനിനും LKG മുതൽ UKG മുതൽ ഈ അറബി ഭാഷ നിർബന്ധമായും പഠിച്ചേ തീരൂ. ഇല്ലെങ്കിൽ ഖുർആനെ മനസ്സിലാക്കാൻ പറ്റൂല, ഹദീസിനെ മനസ്സിലാക്കാൻ പറ്റൂല, മുൻഗാമികളുടെ ചരിത്രങ്ങളും അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഖുതുബയുടെ ഭാഷ ഞങ്ങൾക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഖുതുബ ഓതണം എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം പഠിക്കാത്തത് നിങ്ങളുടെ തെറ്റാണ്, അത് ഇസ്ലാമിൻ്റെ തെറ്റല്ല. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.